കാട്ടാനക്കൂട്ടം എണ്ണപ്പനമരം മറിച്ചിട്ടതിനെ തുടർന്ന് പ്ലാന്റേഷൻ റോഡിൽ ഗതാഗതം മുടങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 സംഭവം. മതിലകം പുതിയകാവിൽ ജ്വല്ലറി തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് 87 ലക്ഷം രൂപ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പാപ്പിനിവട്ടം ചിറ്റൂർക്കാട്ടിൽ വീട്ടിൽ സുധീർ, ഭാര്യ സുബൈദ എന്നിവരെയാണ് പൊന്നാനിയിൽ നിന്നും മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആരോപണ വിധേയനായ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ കെ ഹാഷിഖ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ആരോപണത്തിൽ വ്യക്തത വരുത്തുന്നതുവരെ നഗരസഭാ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കരുതെന്നും ആവശ്യം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കാട്ടാനക്കൂട്ടം എണ്ണപ്പനമരം മറിച്ചിട്ടതിനെ തുടർന്ന് പ്ലാന്റേഷൻ റോഡിൽ ഗതാഗതം മുടങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 സംഭവം. ചാലക്കുടിയിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് എത്തിയ KSRTC ബസും ടാപ്പിംഗ് തൊഴിലാളികളുടെ വാഹനങ്ങളും റോഡിൽ കുടുങ്ങി. പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം റോഡരിയിലെ എണ്ണപ്പനമരം മറിച്ചിട്ടത്. മരം റോഡിന് കുറുകെ വീണതോടെ ചാലക്കുടിയിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് എത്തിയ KSRTC ബസും ടാപ്പിംഗ് തൊഴിലാളികളുടെ വാഹനങ്ങളും യാത്ര തുടരാനാകാതെ കുടുങ്ങി. തുടർന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കുകയായിരുന്നു. ഇതോടെയാണ് റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതേസമയം തുടർച്ചയായ കാട്ടാന ആക്രമണം പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കാട്ടാനകളുടെ ആക്രമണം തടയാൻ പ്ലാന്റേഷൻ മാനേജ്മെന്റോ വനപാലകരോ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലം 12 ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് കാൽനടയാത്രികന് പരിക്ക്. കയ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് സുനിൽകുമാറിനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 12:00 അപകടം. കയ്പമംഗലം 12 ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് കാൽനടയാത്രികന് പരിക്കേറ്റു. കയ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് സുനിൽകുമാറിനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സുനിൽകുമാറിനെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. കൊപ്രക്കളം ISM ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റ സുനിൽകുമാറിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ആരോപണ വിധേയനായ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ കെ ഹാഷിഖ് രാജിവെക്കണമെന്നും ആരോപണത്തിൽ വ്യക്തത വരുത്തുന്നതുവരെ നഗരസഭാ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കരുതെന്നും ആവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് TS സജീവന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ആരോപണ വിധേയനായ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ കെ ഹാഷിഖ് രാജിവെക്കണമെന്നും ആരോപണത്തിൽ വ്യക്തത വരുന്നതുവരെ കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് TS സജീവന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ആരോപണത്തിൽ നഗരസഭാ ഭരണസമിതി അടിയന്തരമായി ഇടപെടണമെന്നും വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും BJP കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. രശ്മി ബാബു, രേഖ സൽപ്രകാശ്, പ്രജീഷ് ചള്ളിയിൽ, അംജിത് TS തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോപണ വിധേയനായ വ്യക്തി സ്ഥാനത്ത് തുടരുന്നത് ഉചിതമല്ലെന്നും വിഷയത്തിൽ നഗരസഭാ ഭരണസമിതി നിലപാട് വ്യക്തമാക്കണമെന്നും BJP കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. കതിർക്കറ്റകൾ ശിരസിലേന്തി ക്ഷേത്രത്തിലെത്തിച്ച ശേഷം പ്രത്യേക പൂജകളും ചടങ്ങുകളും നടത്തി. തുടർന്ന് നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് അടികൾമാർ ശിരസിലേന്തിയാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചത്. മുഖമണ്ഡപത്തിൽ അരിമാവണിഞ്ഞ് ആവണപ്പലകയിൽ തൂശനില വെച്ച് അത്തി, ഇത്തി, അരയാൽ, പേരാൽ, മാവ്, പ്ലാവ്, ഇല്ലി, നെല്ലി തുടങ്ങിയ ഇലകൾക്കൊപ്പം ദശപുഷ്പവും സമർപ്പിച്ചു. കുന്നത്ത് മഠം പരമേശ്വരൻ ഉണ്ണി അടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. ശംഖനാദത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ കതിർക്കറ്റകൾ ഭഗവതിയുടെയും മറ്റ് ഉപദേവന്മാരുടെയും ശ്രീകോവിലുകളിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തു.
ജൂൺ 8-ന് ക്ഷേത്രത്തിൽ ആരംഭിച്ച ജൈവ കരനെൽ കൃഷിയിൽ നിന്ന് വിളവെടുത്ത കതിരുകൾക്കൊപ്പം ആവശ്യമായ അധിക കതിരുകൾ പഴുന്നാനയിൽ നിന്നും എത്തിച്ചാണ് ഇല്ലം നിറ ചടങ്ങുകൾ നടത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, മെമ്പർ അഡ്വക്കേറ്റ് കെ പി അജയൻ, അസിസ്റ്റന്റ് കമ്മീഷണർ എ പി സുരേഷ് കുമാർ, ദേവസ്വം മാനേജർ കെ വിനോദ്, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വി സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മതിലകം പുതിയകാവിൽ ജ്വല്ലറി തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് 87 ലക്ഷം രൂപ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പാപ്പിനിവട്ടം ചിറ്റൂർക്കാട്ടിൽ വീട്ടിൽ സുധീർ, ഭാര്യ സുബൈദ എന്നിവരെയാണ് പൊന്നാനിയിൽ നിന്നും മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 കോടി രൂപ നിക്ഷേപിച്ചാൽ ജ്വല്ലറിയിൽ പാർട്ട്ണറാക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പാലക്കാട് കുഴൽമന്നം സ്വദേശിയിൽ നിന്നാണ് ഇവർ പണം തട്ടിയത്. 2025 ജൂൺ മാസത്തിനു ശേഷം പല തവണകളായി പരാതിക്കാരന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പ്രതികളുടെ അക്കൗണ്ടിലേക്ക് 56 ലക്ഷം രൂപ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യിക്കുകയും 31 ലക്ഷം രൂപ നേരിട്ട് പണമായി വാങ്ങിയുമാണ് തട്ടിപ്പ് നടത്തിയത്. പരാതിക്കാരൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്ന് മതിലകം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO രജീഷ് S, SI നസിയ, M സാഹിബ്, GS CPOമാരായ പ്രബീൻ, ഷനിൽ, ഷിജീഷ്, CPO ദിവ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാള കാർമൽ കോളേജിൽ ലോറിയറ്റ് 2026 ബിരുദദാന ചടങ്ങ് നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ കലാലയത്തിൽ പ്രവേശനം നേടുകയും ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ഇന്ന് കോൺവൊക്കേഷന് സജ്ജമായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കോളേജിൽ പഠിക്കണമെന്ന് വന്ന സമയം ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നു വന്നപ്പോൾ പലതരത്തിലുള്ള ആശങ്കകളും കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ആയിട്ടായിരിക്കാം നിങ്ങളിവിടേക്ക് വന്നിട്ടുണ്ടാവുക. എന്നാൽ ഇന്ന് ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കി നിങ്ങൾ ഈ കോളേജിൻ്റെ പടിയിറങ്ങുമ്പോൾ ഈ കലാലയം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളും എത്ര വലുതാണ് എന്നൊരു പക്ഷേ നിങ്ങൾ പലരും തിരിച്ചറിയും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കലാലയത്തിൽ നിങ്ങൾക്ക് ലഭിച്ചത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനം, എക്സ്പീരിയൻസും എക്സ്പോഷറും കോൺഫിഡൻസും ഒക്കെ തന്നെയാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ആ ഒരു കരുത്തിലാണ് നിങ്ങൾ ഈ കലാലയത്തിൽ നിന്നും ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി നിങ്ങൾ പുറത്തേക്കാണ്. കോളേജ് മാനേജർ സിസ്റ്റർ ധന്യ അധ്യക്ഷയായി. ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മന്ത്രി വിതരണം ചെയ്തു. സയൻസ് വിഭാഗം ഡീൻ പ്രൊഫസർ ഡോക്ടർ ബിന്ദു KB ബിരുദധാരികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ, ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് റോഷ്നി തുമ്പക്കര, കൊമേഴ്സ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡീൻ ഡോക്ടർ രമ P, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിഷ ചാക്കുണ്ണി, ഡീൻ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയർ ജിയോ ജോസഫ്, ആർട്സ് വിഭാഗം ഡീൻ മെറിൻ ഫ്രാൻസിസ്, പൂർവ്വ വിദ്യാർത്ഥിനി റിയ ജോൺസൺ എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരംഗയാത്ര നടത്തി. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജു മോൻ വട്ടേക്കാട് ദേശീയ പതാക മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്തിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമാപന പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുധീർ ബേബി സംസാരിച്ചു. തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ്, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആശ രാമദാസ്, രാജേഷ് പിഷാരിക്കൽ, ഗിരീഷ്, അമ്പാടി ഉണ്ണി, PT ജോസ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ തിരംഗയാത്രയ്ക്ക് നേതൃത്വം നൽകി. സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചും സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം നിലനിർത്തുക എന്ന ആവശ്യമുന്നയിച്ചും BKMU കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് സമരം നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. BKMU മണ്ഡലം പ്രസിഡന്റ് TS ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി KC ശിവരാമൻ, ഷിഹാബ് കാവുങ്ങൽ, MR കൈലാസൻ, MD സുരേഷ്, CB അബ്ദുൽ സമദ്, ER ജോഷി, കൃഷ്ണകുമാർ, TS രാജു, VV ജയൻ, നജീറ നൂർദീൻ, ഷാജി തറയിൽ,
കുട്ടൻ എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് പഞ്ചായത്തിലെ തീരദേശ ഭാഗങ്ങളിൽ രാസമാലിന്യങ്ങൾ ഉപയോഗിച്ച് ഭൂമി നികത്തുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് BJP എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഭരണമുന്നണിയുമായി ബന്ധമുള്ള ചിലരുടെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് കമ്മിറ്റി ആരോപിച്ചു. ആരോപണം തെളിയുന്ന സാഹചര്യത്തിൽ കുറ്റക്കാരുടെ ചെലവിൽ തന്നെ മുഴുവൻ കെമിക്കൽ മാലിന്യവും അവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടാകണമെന്നും BJP എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യമുന്നയിച്ചു. BJP തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ സംഭവസ്ഥലം സന്ദർശിച്ചു. BJP എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലശ്ശേരി, സുബീഷ് ചെത്തിപ്പാടത്ത്, ശ്രീഹരി മാങ്കര, മറ്റു BJP വാർഡ് പ്രതിനിധികൾ, BJP പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ പ്രദേശവാസികളായ ഏവർക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വാഹനങ്ങളുടെ എഞ്ചിന് തകരാർ വരുത്തുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ വിതരണം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിജു എസ് ചിറത്ത് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം VJ ജോർജി, അഡ്വക്കേറ്റ് PI മാത്യു, KO വർഗീസ്, ജിമ്മി വർഗീസ്, മനോജ് ജോസഫ്, നിക്സൺ പൊടുത്താസ്, പോൾ T കുര്യൻ, ജിൻസ് ചാമവളപ്പിൽ, PB രാജു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാനക്കൂട്ടം എണ്ണപ്പനമരം മറിച്ചിട്ടതിനെ തുടർന്ന് പ്ലാന്റേഷൻ റോഡിൽ ഗതാഗതം മുടങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 സംഭവം. മതിലകം പുതിയകാവിൽ ജ്വല്ലറി തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് 87 ലക്ഷം രൂപ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പാപ്പിനിവട്ടം ചിറ്റൂർക്കാട്ടിൽ വീട്ടിൽ സുധീർ, ഭാര്യ സുബൈദ എന്നിവരെയാണ് പൊന്നാനിയിൽ നിന്നും മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആരോപണ വിധേയനായ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ KK ഹാഷിഖ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ആരോപണത്തിൽ വ്യക്തത വരുത്തുന്നതുവരെ നഗരസഭാ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കരുതെന്നും ആവശ്യം. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.